എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ നാളുകൾക്ക് ശേഷം എനിക്ക് തോന്നുന്നു 2 മാസത്തിന് ശേഷം ഒരു ലോങ് വീഡിയോ എടുക്കുന്നത്. തിരക്കുണ്ടായിരുന്നു, ഒത്തിരി തിരക്കുണ്ടായിരുന്നു. പക്ഷെ അതിനേക്കാളും കൂടുതൽ മടിയായിരുന്നു. കാരണം നമുക്ക് തിരക്കെന്ന് പല കാര്യത്തിൽ നമുക്ക് എക്സ്ക്യൂസ് പറയാവുന്നൊരു വാക്കാണ് തിരക്കെന്ന്. സമയം നമ്മൾ കണ്ടെത്തിയാൽ എന്താ പറയുക, നമുക്ക് ചെയ്യാൻ ഇഷ്ടംപോലെ സമയമുണ്ട്, അത് കണ്ടെത്താനാണൊരു മടി. അങ്ങനെ എനിക്കും കുറച്ച് മടിയായിരുന്നു. എന്തൊക്കെ തിരക്കുകൾക്കിടയിലും ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. ഞാൻ ഈ ചാനൽ ഞാൻ പറഞ്ഞില്ലേ, ഒരു സബ്സ്ക്രൈബർ 2 പേര് അങ്ങനെ നോക്കിയിരുന്ന് എനിക്കൊരു 2 സംതിങ് ആയ ഒരു ചാനൽ. അപ്പം ഞാൻ ഓർത്തു, ഞാനത് വെറുതെ കളയുന്നത്, അല്ലെങ്കിൽ എൻ്റെ മടി കാരണം വീഡിയോ ഇടാതെ ആ ചാനൽ പോകുന്നതിനെ പറ്റി എനിക്ക് ഭയങ്കര സങ്കടം. കാരണം ഇതിൽ നിന്ന് ഒത്തിരി ഒന്നും നമുക്ക് കിട്ടുന്നില്ലെങ്കിലും നമ്മുടെ കുറേ എന്താ പറയണേ, നമ്മുടെ കുറേ സന്തോഷങ്ങളൊക്കെ പങ്കുവയ്ക്കാവുന്ന ഒരു ചാനൽ, പിന്നെ നമ്മുടെ ഇഷ്ടങ്ങൾ, നമുക്ക് വീഡിയോ എടുക്കാനുള്ള ഇഷ്ടം, അങ്ങനെയൊക്കെ. അപ്പം ഞാൻ ഓർത്ത്, എന്താണ് ഞാൻ ഈ ചാനൽ കളയുന്നില്ലെന്ന്, ഇനി എന്താണ് എല്ലാ ദിവസവും ഡെയിലി ഞാൻ വീഡിയോ എടുക്കുക, എനിക്ക് പറ്റാവുന്ന രീതിയിലൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങളെപ്പോഴും കാണുന്ന പോലെ ഞങ്ങൾ കുറച്ച് ഫാമിലീസ് കൂടി എല്ലാ മാസവും എന്തെങ്കിലുമൊക്കെ പരിപാടികൾക്കാണോ ക്ഷാമോ അല്ലേ, എന്തെങ്കിലുമൊക്കെ ഒരു ആഘോഷത്തിൻ്റെ പേരിൽ എല്ലാവരും കൂടെ ഒത്തൊരുമിക്കുന്ന ഒരു ദിവസം. അങ്ങനെ ഞങ്ങൾ ന്യൂ ഇയർ സത്യം പറഞ്ഞാൽ ആഘോഷിച്ചില്ലായിരുന്നു. ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി ഇരുന്നപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു ഫാമിലി നാട്ടിലായിരുന്നു. അപ്പോൾ അവർ 7-ാം തീയതി വന്നേ. അപ്പോൾ അവരും കൂടെ വന്നിട്ട് ന്യൂ ഇയർ ആഘോഷിക്കാമെന്ന് പറഞ്ഞിരിക്കുമായിരുന്നു. അങ്ങനെ അവരെല്ലാവരും വന്ന് ന്യൂ ഇയറിൻ്റെ ഒരു ആഘോഷം. ന്യൂ ഇയർ പിന്നെ നമുക്ക് ജനുവരിയിൽ ഏത് ദിവസം വേണമെങ്കിലും ആഘോഷിച്ചാലും അത് ന്യൂ ഇയർ ആഘോഷമാണല്ലോ. അങ്ങനെ എല്ലാവരും കൂടെ ഫുഡൊക്കെ കൊണ്ടുവന്നു. പ്രിയാമണി ബിരിയാണി വെച്ചിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം വരെ ഉണ്ട് കേട്ടോ. അപ്പം ഉച്ചയ്ക്കത്തേക്ക് പ്രിയാമണി ബിരിയാണി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരത്തേക്ക് പിന്നെ പൊറോട്ട ഉണ്ടായിരുന്നു, ചേച്ചിയുടെ ചിക്കൻ കറി ഉണ്ടായിരുന്നു, ഞാൻ കപ്പയും മീൻകറിയും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ പ്രാവശ്യത്തെ പരിപാടി പ്രിയാമണിയുടെ വീട്ടിൽ വെച്ചായിരുന്നു കേട്ടോ. അപ്പം ഞാനോട് എപ്പോഴും എല്ലാവരും ഒരുങ്ങി വരുമ്പോൾ എനിക്ക് ഒരുങ്ങിപ്പോകാനൊരു ആഗ്രഹം. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം പരിപാടി പ്രിയാമണിയുടെ വീട്ടിലാക്കി. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം അല്ല കേട്ടോ, എല്ലാ പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വയ്ക്കണേ. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് അതിനിടയ്ക്ക് മേഴ്സിയുടെ നാട്ടിൽ നിന്നുള്ള ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മേഴ്സിനെ കാണാൻ വേണ്ടി വന്നായിരുന്നു. അപ്പം അവരിവിടെ ആയതുകൊണ്ട് ഇങ്ങോട്ട് അവരോട് വരാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ അവരും വന്ന് ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുക എല്ലാവരും കൂടെ. ശരിക്കും പറഞ്ഞാൽ എല്ലാവരും കൂടെ കൂടി ഇരുന്ന് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. പക്ഷെ നല്ല ബിരിയാണിയായിരുന്നു കേട്ടോ, പ്രിയാമണിയുടെ അടിപൊളി ബിരിയാണിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബിരിയാണിയൊക്കെ കഴിച്ച് പിന്നെ അതിനിടയ്ക്ക് വർത്തമാനം പറയാനാണോ അല്ല നമുക്ക് ക്ഷാമം, അതിനൊരു പഞ്ഞവുമില്ല. എത്രയൊക്കെ നേരത്തെ പരിപാടി വെച്ചാലും ഞങ്ങൾ രാത്രി ഒത്തിരി നേരമായി കഴിയുമ്പോഴാട്ടോ പിരിയുന്നത്. പക്ഷെ അപ്പോഴും ഞങ്ങൾ ഓർക്കും, എന്നാ പെട്ടെന്ന് സമയം പോയെന്ന്. അതിനിടയ്ക്ക് ഇവിടെ ഇരുന്ന ആശമ്മയെ സിനു എല്ലാവരും കൂടെ പാട്ട് കച്ചേരി. അതിനിടയ്ക്ക് മേഴ്സിയുടെ പാട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്മസ് പരിപാടിക്കൊക്കെ അവർ നാട്ടിലായതുകൊണ്ട് ഭയങ്കര മിസ് ചെയ്തായിരുന്നു. ഞങ്ങളുടെ ആസ്ഥാന ഗായികയാണല്ലോ, എല്ലാവരും ഗായകരാട്ടോ. എന്നെപ്പോലെ ഞാൻ മാത്രമുള്ളൊന്നുമാണ് പാട്ട് പാടില്ലാതെ, ബാക്കി എല്ലാവരും ഗായകരാണ്. അങ്ങനെ ഞാനൊക്കെ ഏതാണ്ടൊക്കെ പാട്ട് പാടും, എൻ്റെ ദൈവമേ. അങ്ങനെ പാട്ടൊക്കെ പാടി അത് കേട്ടോണ്ടിരിക്കുക ഒരു രസമല്ല. അതിനിടയ്ക്ക് പ്രിയാമണി കട്ടൻ ചായയൊക്കെ ഇട്ടുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കട്ടൻ ചായയൊക്കെ കുടിച്ച് എല്ലാവരും പാട്ടൊക്കെ കേട്ടോണ്ടിരിക്കുക. അതിനിടയ്ക്ക് എല്ലാവരും മാറി പാട്ട് പാടുന്നു. അതൊക്കെ ഒരു രസമല്ലേ അല്ലേ. നമ്മുടെ എന്താ പറയണേ, എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടുമ്പോൾ എന്ത് പരിപാടി ചെയ്ത് കഴിഞ്ഞാലും അത് രസമാണ്. പിന്നെ നമുക്ക് കുറച്ച് ഇപ്പം ഞങ്ങളിങ്ങനെ സിനിമ പേരിട്ട് കളിച്ചായിരുന്നു. അതിനിടയ്ക്ക് അത് വീഡിയോ എടുക്കാൻ മറന്നുപോയി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പരിപാടിയുടെ പകുതി വീഡിയോയുടെ കാര്യം മറന്നേ പോയി. സിനിമാ പേരിങ്ങനെ നമ്മൾ മനസ്സിൽ സിനിമാ പേര് ഉദ്ദേശിച്ചിട്ട് ഇങ്ങനെ ആക്ഷൻ ചെയ്ത് കാണിക്കില്ല, അത് പറയണേ. അത് അന്നേരം നമ്മൾ പിന്നെ കുറേ നേരം കഴിഞ്ഞ് അല്ലെങ്കിൽ പിന്നെ വീട്ടിൽ തിരിച്ച് വന്നു കഴിയുമ്പോൾ ആലോചിക്കുമ്പോൾ ഓരോരുത്തർ കാണിച്ച ആക്ഷനൊക്കെ ഭയങ്കര ചിരി വരുവേ. പിന്നെ വൈകുന്നേരം ആയപ്പോൾ നമ്മൾ കപ്പ, നല്ല പച്ചക്കപ്പയായിരുന്നു കേട്ടോ. കപ്പ, പൊറോട്ട ആശമ്മയുടെ വക പുറത്തുനിന്ന് മേടിച്ചായിരുന്നു കേട്ടോ. ഇത് സുജേശ്വരി ചിക്കൻ കറി, എൻ്റെ മീൻ കറി, ഇത് ആവോലി കറി വെച്ചതായിരുന്നേ. പിന്നെ കപ്പ, വേറെ എന്തൊക്കെ കഴിച്ചു കഴിഞ്ഞാലും കപ്പയും മീൻകറി അതെന്നെ വേണോ ഭയങ്കര ഇഷ്ടം. അതെനിക്ക് വേണം. ഞങ്ങൾ എല്ലായിടത്തും അങ്ങനെയാണോ? ഞങ്ങളുടെ അങ്ങോട്ടൊക്കെ കപ്പ ഇങ്ങനെയാണോ വേണേ. ഞങ്ങൾ ഇടുക്കി ജില്ലയിലുള്ളവർക്ക്
ഇടുക്കിക്കാർക്ക് കപ്പയും മീൻകറി എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക വൈബാണ്. അതിൻ്റെ ടേസ്റ്റ് വേറെ ഒരിടത്തും കിട്ടില്ല. എനിക്ക് വേണം ചിലയിടത്തേക്ക് തൃശ്ശൂർ ഭാഗത്തേക്ക് അവരിങ്ങനെ കപ്പ അല്ലല്ലോ കപ്പേനാ കടുക് പൊട്ടിച്ച് ഇങ്ങനെ എടുക്കില്ലേ, തേങ്ങ ഇടാതെ, അങ്ങനെയൊക്കെയാണ്. പക്ഷെ ഞങ്ങളുടെ അങ്ങോട്ടേക്ക് ഇങ്ങനെയാണ് കേട്ടോ. അപ്പം എന്തേ എല്ലാവരും അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത കഴിപ്പ് തുടങ്ങി. ഈ ഒന്നും ചെയ്യുന്നില്ല, ഉച്ചയ്ക്ക് കഴിച്ചു അവിടെ ഇരിക്കുമ്പോൾ വന്നാലും വൈകുന്നേരം ആകുമ്പോൾ വിശക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെയും പാട്ടും മേളമായിരുന്നു കേട്ടോ. പ്രിയാമണിയുടെയും കൊച്ചേട്ടൻ്റെയൊക്കെ വക പാട്ട്. അങ്ങനെ എല്ലാവരും പാട്ടൊക്കെ കേട്ട്, പ്രിയാമണിയൊക്കെ നന്നായിട്ട് പാടുന്നതാണ്. അങ്ങനെ പ്രിയാമണിയും പ്രഭ ചേച്ചിയും ഞാനും സിനും എല്ലാവരും കൂടെ ഭയങ്കര പാട്ട് എല്ലാവരും പാടിയെന്ന് തോന്നുന്നു. ഞാനും കൊച്ചേട്ടനും മാത്രമാണെന്ന് തോന്നുന്നു പാടാത്തുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പാട്ടൊക്കെ കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ ഈ പരിപാടിയെല്ലാം കഴിയുമ്പോൾ ഒത്തിരി സമയമെടുക്കും. ഇപ്പം വ്യാഴാഴ്ച ദിവസം നടത്തണമെങ്കിൽ പിറ്റേ ദിവസം നേരം വെളുക്കണോണം വരെ 4 മണി വരെയൊക്കെ പരിപാടിയുണ്ട്. ഇതിപ്പോൾ ഞങ്ങൾ പകൽ ഒത്തിരി സമയം കിട്ടാൻ വേണ്ടി ഞങ്ങൾ പകൽ തുടങ്ങിയാലും പിന്നെ അത് സമയമെടുക്കും. അങ്ങനെ പാട്ടൊക്കെ പാടിക്കൊണ്ട് അമ്മമ്മ വന്ന് എല്ലാം പാത്രങ്ങളൊക്കെ കഴുകി വയ്ക്കുക കേട്ടോ. ഇത് പ്രിയാമണിയുടെ അമ്മമ്മേനെ എല്ലാവർക്കും അറിയാമല്ലോ. ശരിക്കും അമ്മമാരുള്ളപ്പോൾ എങ്ങനെയല്ലേ നമ്മളവിടെ പരിപാടിയൊക്കെ ആസ്വദിച്ചിരിക്കുമ്പോൾ അമ്മമാർ പെട്ടെന്ന് വന്ന് പണികളൊക്കെ തീർക്കാൻ തോന്നും അല്ലേ. അമ്മമ്മ ഉള്ളതുകൊണ്ട് അമ്മമ്മ ഇതേ ഒരു സൈഡിൽ നിന്ന് പാത്രമെല്ലാം കഴുകി എല്ലാം അടുക്കി പറക്കി വെക്കുക കേട്ടോ. അതിനിടയ്ക്ക് അമ്മമ്മ എന്തോ പറയുക. അതിനിടയ്ക്ക് അമ്മമ്മ എന്നോട് പറഞ്ഞു വീഡിയോ എടുക്കുന്നില്ല എന്ന് കുറേ പ്രാവശ്യം എന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു.